ഇപ്പം എന്താ പറയുക, ഒരു AI വെച്ചിട്ട് ഒരു 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ആൺകുട്ടി ക്രിയേറ്റ് ചെയ്ത ഒരു AI കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി കിസ് ചെയ്യുന്നത്. എല്ലാ വീട്ടിലും ഒരേ സാഹചര്യങ്ങളല്ല. ഇപ്പോൾ ചില വീട്ടിൽ ചില രക്ഷിതാക്കൾ ഇപ്പം ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, കണക്ഷൻ ഇല്ലാതെ ഒരു കറക്ഷനിലോട്ട് പോകും. ചില കുട്ടികൾ എന്നോടൊന്ന് പറയാറുണ്ട്, എൻ്റെ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ, ഓക്കെ, അമ്മ ഒരു സ്പേസ് ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും, അത് തെറ്റാണെങ്കിലും കുറ്റമാണെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയാലും എൻ്റെ അടുത്തേക്ക് വരട്ടെ, ഞാൻ നിന്നെ ചീത്ത പറയില്ല, നിന്നെ തെറ്റിദ്ധരിക്കില്ല, നിന്നെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളൊരു സ്പേസ് അവിടെ കൊടുക്കുന്നതുകൊണ്ടാണല്ലോ പോകുന്നത്. ആക്ച്വലി ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമ്മളതിനെ എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടോ ഒന്നും അതിനെ കാണേണ്ട കാര്യമില്ല. പ്ലാറ്റോണിക്, റൊമാൻറ്റിക്, എന്താ പറയുക, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഫ്രണ്ട്സ് വിത്ത് സ്ട്രിങ്സ്, വിത്തൗട്ട് സ്ട്രിങ്സ്, ഇങ്ങനെ കുറേ ടാഗ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം എന്തിലോട്ടാണ് നമ്മൾ പോകുന്നത്, അതെന്തുകൊണ്ടാണ് അവർ ചൂസ് ചെയ്യുന്നത് എന്നത് അവർക്ക് ധാരണയുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ടീനേജിൽ കുട്ടികൾക്ക് എപ്പോഴും ഒരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ, ഒരു സമപ്രായക്കാരൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നതും അവരുടെ അടുത്ത് ബിലോങ്ഡ് ആവണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതിൽ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് കുട്ടികൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. അത് പ്രതികൂലമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. ഈ ടീനേജിൽ ഇവർക്ക് ഹൂ ആം ഐ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും. അവർ ഐഡൻറ്റിറ്റി ഫോർമേഷൻ നടക്കുന്ന ഒരു സമയമാണത്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് അനു സൂരജ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടിയെ 16 വയസ്സുള്ള പ്രണയിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരൻ കൊലപ്പെടുത്തിയ ഒരു കേസ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അഡോളസൻസ് പീരീഡിൽ ഈ കുട്ടികൾക്ക് കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു മാനസിക വൈകൃതങ്ങളിലേക്ക് കുട്ടികൾ എത്തുന്നത്? മാറ്റങ്ങൾ നമ്മൾ പറയുവാണെങ്കിൽ അതൊരു നോർമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന എന്താ പറയുക കാലഘട്ടമാണ്. ഇപ്പോൾ അഡോളസൻസ് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് എന്നൊരു ഷിഫ്റ്റാണല്ലോ, നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് പോകുന്ന ഒരു ഫേസ് ആണ്. അപ്പോൾ അത് ഭയങ്കര ഈസി അല്ല, ചാലഞ്ചിങ് ആണ് കുട്ടികൾക്ക്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസസും ഫാക്ടേഴ്സും വരുന്നതുകൊണ്ട് കുറച്ചും കൂടി അത് ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. കുട്ടികളുടെ ശാരീരിക വളർച്ച അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്ത് സ്പേർട്ട് എന്നൊക്കെ പറയുന്ന ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇമോഷണലി നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ഹോർമോൺ ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, അങ്ങനത്തെ ഉള്ള ചേഞ്ചസ് ഇമോഷണലി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, സൈക്കോളജിക്കലി അല്ലെങ്കിൽ കോഗ്നിറ്റീവ്ലി പറയുവാണെങ്കിൽ അവരുടെ ചിന്തകളിലെ മാറ്റങ്ങൾ, അതായത് കുറച്ച് ഫോർവേഡാണ്, കുറേ സോഷ്യൽ മീഡിയയിലുള്ള എക്സ്പോഷർ കിട്ടിയിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഇപ്പം വരുന്നുണ്ട്. സോഷ്യലി പറയുവാണെങ്കിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു പ്രഷർ, അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ എന്ന് പറയാം. ഒരു ഗ്രൂപ്പിനോട് കൂടി ഫിറ്റ് ഇൻ ചെയ്തു പോവാനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് അങ്ങ് എന്താ പറയുക ചെയ്തു പോവാനും ഒക്കെ ഉള്ളൊരു പ്രഷർ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നിന്ന് വന്നിട്ടുള്ള ചാലഞ്ചസ് ആണ് കൂടുതലും എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് അവരെ കൊണ്ട് എത്തിക്കുന്നത്. പിന്നെ എല്ലാത്തിലും നമ്മുടെ വളർന്നു വന്ന സാഹചര്യങ്ങളും ഫാമിലിയും അതിനെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും, പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി. ഈ കുട്ടികളുടെ അപ്പം ചൈൽഡ് ട്രോമയൊക്കെ അവരുടെ ഒരു മോശം ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഡെഫിനറ്റ്ലി ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളർന്നു വരുന്ന അന്തരീക്ഷം, നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, അതായത് എത്രത്തോളം സൈക്കോളജിക്കലി നമുക്ക് സപ്പോർട്ട് കിട്ടുന്നു, നമ്മളെ എത്ര അവർ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ എത്ര അവർ കേൾക്കുന്നു, നമ്മുടെ നീഡ്സ് എത്ര അവർ സാധിപ്പിച്ചു തരുന്നു എന്നൊക്കെ ഉള്ളൊരു ഇതനുസരിച്ചിട്ടായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ പ്രതികൂല സാഹചര്യത്തിൽ വളരുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലോട്ട് അവരായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് ചാലഞ്ചിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടീനായി. അപ്പം കുഞ്ഞുനാളിലെ അവർ വളർന്ന് വന്ന രീതിയും കാര്യങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് അവരെ മാറ്റാൻ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അവരുടെ എന്താ പറയുക കൂടെ ഇരുന്ന് ഓപ്പണായിട്ട് കോൺവേഴ്സ് ചെയ്ത് അവരിൽ വർക്ക് ചെയ്ത് നമുക്ക് അവരെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ഈ പ്രായത്തിൽ തന്നെ പാരന്റ്സിനോട് കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പാരന്റ്സ് പറയുന്നതിനോടൊക്കെ എതിർക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നതിനൊക്കെ തെറ്റാണെന്ന് വിചാരിക്കുക, വഴക്കുണ്ടാവുന്നത്, നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടാവുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഈ കൗമാര പ്രായത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്.
ഡെഫിനറ്റ്ലി ആണ്. പിന്നെ നമ്മൾക്ക് കാലം പോകുന്തോറും ഇതിൻ്റെ എന്താ പറയുക ഇൻറ്റൻസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില കാര്യങ്ങൾ ടീനിലേക്ക് ആവുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് തന്നെ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് അതൊന്നും അവർക്ക് തന്നെ ചിലപ്പോൾ പിടി കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ചില കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിയന്ത്രണം ഉണ്ടാവില്ല. എസ്പെഷ്യലി അവരുടെ ഇമോഷൻസ് ഒന്നും നിയന്ത്രണം ഉണ്ടാവില്ല. പിന്നെ എല്ലാ വീട്ടിലും ഒരേ സാഹചര്യങ്ങളല്ല. ഇപ്പോൾ ചില വീട്ടിൽ ചില രക്ഷിതാക്കൾ ഇപ്പം ഓട്ടോമാറ്റിക്കലി എന്താ പറയുക കണക്ഷൻ ഇല്ലാതെ ഒരു കറക്ഷനിലോട്ട് പോകും. അതായത് തെറ്റുകുറ്റങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടേ ഇരുന്ന് അവരെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എങ്ങനെ ചെയ്യുന്നു, നമ്മൾ അതിനെ ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് എന്നൊക്കെ പറയും. അതായത് നമ്മളൊരു ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഓവർസീ ചെയ്യുന്നതും, ഹെലികോപ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് എങ്ങനെ ഒരു കാര്യം വീക്ഷിക്കാം, നിരീക്ഷിക്കാം, അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന് കൺട്രോൾഡ് മോണിറ്ററിംഗ് എന്ന് പറയില്ലേ, അത് മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും കുട്ടിയെ കറക്റ്റ് ചെയ്യുന്നതായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, എന്നെക്കൊണ്ട് അത് പോരാ, പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു നെഗറ്റീവ് സാധനങ്ങൾ കുട്ടിയിലോട്ട് വരും. അപ്പോൾ ആ സാധനമാണ് ബേസിക്കലി കുട്ടികളെ റിവോൾട്ട് ചെയ്യാനും റിബൽ ചെയ്യാനും എല്ലാം എന്താ കൊണ്ട് എത്തിക്കുന്നത്. അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ ഫാമിലിയിലും അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇപ്പം ചില ഫാമിലിയിൽ കുഞ്ഞുനാളിലെ തൊട്ട് ഇപ്പം അത്യാവശ്യം ഇൻഫോംഡ് പാരൻസ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക അവർ കുട്ടികളായിട്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾ ഇപ്പം നോ പറയുവാണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു കാരണം, എന്തുകൊണ്ടാണ് നോ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് കുട്ടിക്ക് നല്ലതല്ലാത്തത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്താൽ കുറേയൊക്കെ അവർ കേൾക്കും. കുഞ്ഞുനാളിൽ ആകുമ്പോൾ നമ്മൾക്ക് ചെറിയ ടാൻട്രംസ്, നമ്മൾ നോ പറയുമ്പോൾ അവർ ടാൻട്രംസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും. വലുതാവുമ്പോൾ ഈ പറഞ്ഞ മാതിരി കണക്ഷൻ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. നമുക്ക് അവരുടെ ഒരു എന്താ പറയുക ആങ്കർ എന്നുള്ള സാധനം, ഇപ്പോൾ ദേഷ്യത്തിലാണ് അവർ പ്രതികരിക്കുന്നതെങ്കിലും നമുക്ക് നല്ല രീതിക്ക് അത് പറഞ്ഞു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഈ പാരൻസും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളിൽ വരുന്ന മാറ്റത്തിനോടൊപ്പം മാറേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. അവരപ്പം തെറാപ്പി എടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള സൈക്കോളജിസ്റ്റുകളുടെ ഒക്കെ സഹായം തേടുന്നത് കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒരു നല്ലൊരു തീരുമാനമായിരിക്കും. അതിന് മടിച്ചു നിൽക്കേണ്ടതില്ല ഇല്ല എന്ന് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ടത്തെ കാലത്ത് ഒരു ധാരണയുണ്ട്. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ട്, മാനസികമായിട്ട് എനിക്കൊരു എന്താ പറയുക അസുഖം ഉണ്ടെങ്കിൽ മാത്രം ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കാണാൻ പോകുന്നു എന്നുള്ളൊരു സംഭവം അത് ഈ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടുണ്ടല്ലോ. അതാണ് ആൾക്കാരെ ബാക്കിലോട്ട് ഒത്തിരി വലിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ആളോട് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ തന്നെ എന്തോ എനിക്കൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു സാധനം വരുവാണ്. പിന്നെ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുവാണ്, ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള സംഭവം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു തേർഡ് പാർട്ടി പ്രൊഫഷണലിൻ്റെ അടുത്ത്, ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ ഒരാളുടെ അടുത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം. എനിക്ക് ഒന്നും കൂടി എന്നെക്കുറിച്ച് അവെയർ ആവണം. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഇമോഷൻസ് എൻ്റെ കയ്യിൽ നിൽക്കാത്തത് എന്നൊക്കെ എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോവാം. അതേപോലെ തന്നെ ഞാൻ ലൈഫിൽ ഒരിടത്ത് സ്റ്റക്കാണ്, എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു പേടിയുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു തേർഡ് പാർട്ടി പ്രൊഫഷണലിനെ കാണാം. ഇനി ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ വെൻറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. നമുക്കത് അറിയാൻ പറ്റും. അവർക്ക് ജസ്റ്റ് സംസാരിക്കണം, ഒരു സ്പേസ് മാത്രം കിട്ടിയാൽ മതി. കാരണം ആരും അവരെ കേൾക്കാനുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോഴും നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് പോവാം. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഒട്ടുമിക്ക കേസിലും നല്ല ട്രെയിൻഡ് ആൻഡ് ക്ലിനിക്കലി ട്രെയിൻഡ് പ്രൊഫഷണൽ ആണെങ്കിൽ അവരൊരു സേഫ് സ്പേസ് അവർക്ക് കൊടുത്തിരിക്കും. അവർ ജഡ്ജ് ചെയ്യാതെയും പ്രോബ് ചെയ്യാതെയും ക്വസ്റ്റ്യൻ ചെയ്യാതെയൊക്കെ കൊടുത്തിരിക്കും. അത് തന്നെ ഒരു ഹീലിംഗ് ആണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇക്കാലം കൊണ്ട് വായിച്ച് മനസ്സിലാക്കുന്നത്, ഈ കാലം നല്ല എപ്പോഴും അത് യൂസ്ഫുൾ ആണ്, പാരൻറ്റിങ്ങിൻ്റെ കേസിൽ എസ്പെഷ്യലി. അപ്പം നമുക്ക് ഇപ്പോൾ കൂടുതൽ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാരൻ്റാണ്, അതാണ് കുട്ടികൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക കറക്ഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ് കൺട്രോളിങ് അങ്ങനെ പോവാതെ ഒരു കണക്ഷൻ കുട്ടിയായിട്ട്, ഒരു ബോണ്ടിങ് കുട്ടിയായിട്ട് എപ്പോഴും വേണം. അത് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കുറേ വായിച്ച് പഠിക്കുന്നത്, ഇപ്പം മെറ്റീരിയൽസ് ഇഷ്ടം പോലെ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അറിവ് അതിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങളെപ്പോലത്തെ ഇൻ്റർവ്യൂസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ആക്ച്വലി ഇത് തന്നെ കണ്ടിട്ട് ഒരുപാട് പേഷ്യൻസും ഒരുപാട് എന്താ പറയുക വ്യൂവേഴ്സ് എനിക്ക് തന്നെ മെസ്സേജസ് വരാറുണ്ട്, ഇന്ന ടോപ്പിക്സ് ചെയ്യാൻ പറ്റുമോ, ഇന്ന ടോപ്പിക്ക് നല്ലതായിരുന്നു, സാധാരണക്കാരുടെ ഒരു ഇതിൽ മനസ്സിലാക്കി കൊടുത്തു എന്നൊക്കെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാരിൽ റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്ന ഒരു ചാനലാണ്, ഒരു എന്താ പറയുക മെത്തേഡാണല്ലോ. അതുപോലെ തന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റും.
എന്ന് പറയും. അപ്പം നവ്യ നായർ ഒരിക്കൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്റെ മകന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല, കാരണം അവൻ എന്തൊക്കെ പറയണം ഒരു പാരന്റ്സിന്റെ അടുത്ത് എന്ന് കൃത്യമായ ധാരണ അതേ എന്റെ അടുത്ത് പറയൂ, അല്ലാതെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു വിഡ്ഢിത്തരമാണ് എന്നുള്ള രീതിയിലൊരു സെന്റൻസ് പറഞ്ഞിരുന്നു. അപ്പം പാരന്റ്സിന് മക്കൾക്കും കുട്ടികൾക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് ചൈൽഡാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു സാധനം, നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മളൊരു സാധനം കൊടുക്കും, സർക്കിൾ ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പം നമ്മൾ കുറച്ച് സർക്കിൾസ് കൊടുത്തിട്ട് കുട്ടിയോട് പറയും, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എല്ലാത്തിനും ഓടിച്ചെന്ന് പറഞ്ഞാലും ദേഷ്യപ്പെടില്ല, കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ തോന്നുന്ന കുറച്ച് ആൾക്കാരുടെ പേര് അങ്ങോട്ട് എഴുതാൻ പറയും. അപ്പോൾ ആ സർക്കിൾ ഓഫ് ട്രസ്റ്റിൽ പിള്ളേർ എഴുതി വെക്കാറുണ്ട് പേരുകൾ. അവരാണ് ചൂസ് ചെയ്യുന്നത്. കാരണം അതിപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ക്രിസ്റ്റീനയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അത് ശരിയാവില്ല. അപ്പം ഇവിടെ പാരന്റിന് ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ പോലും കുട്ടിക്ക് അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കുട്ടിയെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താ തോന്നുന്നതെന്നുള്ളത്. അപ്പം അത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ടേം അവിടെ കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ അവർ തന്നെയായിരിക്കും അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്, ചില കുട്ടികൾ എന്നോടൊന്ന് പറയാറുണ്ട്, എൻ്റെ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന എന്താ, ഓക്കെ, അമ്മ ഒരു സ്പേസ് ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും, അത് തെറ്റാണെങ്കിലും കുറ്റമാണെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയാലും എൻ്റെ അടുത്തേക്ക് വരട്ടെ, ഞാൻ നിന്നെ ചീത്ത പറയില്ല, നിന്നെ തെറ്റിദ്ധരിക്കില്ല, നിന്നെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളൊരു സ്പേസ് അവിടെ കൊടുക്കുന്നതുകൊണ്ടാണല്ലോ പോകുന്നത്. അത് ആ കുട്ടിക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നുന്നുണ്ടാവാം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കാം, സേഫ് സ്പേസ് എന്നാണ് കുട്ടി ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അത് ഇറ്റ് ഇസ് അപ് ടു പീപ്പിൾ. അവർക്ക് എങ്ങനെ അത് പറയണം, എന്ത് ടേം അതിന് കൊടുക്കണം എന്നൊക്കെ അത് അവരുടെ തന്നെ ഒരു ഇതാണ്. കുട്ടികൾക്ക് പിന്നെ കറക്റ്റ് ഫ്രേസ് കിട്ടിയില്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞേക്കാം, അതിലും തെറ്റൊന്നും പറയാനില്ല. ഈ ജനറേഷൻ ഗ്യാപ്പ്, എല്ലാ കാലഘട്ടത്തിലും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ്, ഈ ജനറേഷൻ ശരിയല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ. ഇതൊരു ശരിയായ നിലപാടാണോ? സമൂഹം ഇങ്ങനെ മൊത്തത്തിൽ ഇപ്പത്തെ ജെൻസി കുട്ടികളെ ആയിക്കോട്ടെ എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? ആക്ച്വലി ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമ്മളതിനെ എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടോ ഒന്നും അതിനെ കാണേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാവാത്ത കാര്യം എപ്പോഴും മോശമാവണമെന്നില്ല. നമ്മളെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ പോരെ. അപ്പോൾ നമ്മൾ എന്താ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുക. അതായത് ഇപ്പോൾ ഓരോ ജനറേഷനും കുറേ ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഒരു ജനറേഷന് നമ്മൾ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ മില്ലേനിയൽസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ജെൻസി എങ്ങനെയാണ്, ഇപ്പോൾ ജെൻ ആൽഫ എങ്ങനെയാണ്, ഇപ്പോൾ ജെൻ ബീറ്റ വന്നു 2025 ജാനുവരി 1 ജെൻ ബീറ്റ വന്നല്ലോ. അപ്പോൾ അവരെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ മില്ലേനിയൽസ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രീൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൊബൈലൊക്കെ 10-32 വയസ്സിലൊക്കെ കിട്ടിയ ആൾക്കാർക്ക് ജെൻ സി എന്ന് പറഞ്ഞു വരുമ്പോൾ അവർക്ക് വളരെ കുഞ്ഞുനാളിലെ തന്നെ ആ ഡിജിറ്റൽ ആക്സസ് കിട്ടുന്നുണ്ട്, ടെക്നോളജി. അപ്പോൾ അതിനി നെക്സ്റ്റ് ജനറേഷൻ, ഇപ്പോൾ ആൽഫ എന്ന് പറഞ്ഞു വരുമ്പോൾ വളരെ കുഞ്ഞിലെ തന്നെ അവർ സ്ക്രീൻ കണ്ട് ജനിച്ചു വന്ന ജനറേഷനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ എന്താ പറയുക, ചിന്താശൈലികളിനെയൊക്കെ അത് ബാധിക്കും. അതായത് കുറേ എക്സ്പോഷർ കുഞ്ഞുനാളിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഒത്തിരി ഇൻഫർമേഷനും കണ്ടന്റ് ഇങ്ങനെ ഓവർലോഡായിട്ട് കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ കുറേ കാര്യങ്ങൾ അതിന് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുണ്ട്. അവർ എക്സ്പോസ്ഡ് ആവും തോറും അവർ കുറേ ചിന്തിക്കുന്നു, അവർ കുറേ മനസ്സിലാക്കി എടുക്കുന്നു, അങ്ങനെ സംഭവമുണ്ട്. അവർ ആ ഒരു ജനറേഷൻ എന്ന് പറയുമ്പം അവയർനെസ് കൂടുതലുള്ള ജനറേഷനാണ്, തിരിച്ചറിവുണ്ട് അവർക്ക്. ഇമോഷണലി അവർ എന്താ പറയുക, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊരു ഇമോഷണൽ ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ലാക്കിങ്ങും ആണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ചിലപ്പം അവരുടെ റൈറ്റ്സിന് വേണ്ടി, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നൊന്ന് പോരാടി എന്നൊക്കെ വരും. അതായത് അവർ സ്റ്റാൻഡപ്പ് ചെയ്ത് സംസാരിക്കും, സ്പീക്ക് ഔട്ട് ചെയ്യും, അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് എനിക്കിത് വേണം, ഇതിങ്ങനെയാണ്, അത് തെറ്റാണെന്നൊക്കെ പറയും. അപ്പോൾ പ്രീവിയസ്ലി ഉള്ള ജനറേഷൻ അത് ചിലപ്പോൾ ഒരു അഹങ്കാരമായിട്ട് തോന്നിയേക്കാം, അത് അറോഗൻ്റ് ആണ് എന്ന് അവർ ചിലപ്പോൾ ടേം ചെയ്തേക്കാം. പക്ഷെ അത് അറോഗൻസ് അല്ല, ആ ജനറേഷൻ്റെ ഒരു ട്രേറ്റ് ആണ്. ദേ വിൽ സ്പീക്ക് അപ്പ് ഫോർ എന്താ പറയുക വാട്ട് ദേ വോണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇൻഡിപെൻഡൻ്റ്ലി തിങ്കിങ് ജനറേഷനാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ജനറേഷൻ്റെ ട്രേറ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും. അവരെ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണല്ലോ, അവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ പ്രീവിയസ് ജനറേഷൻ ഇങ്ങനെയായിരുന്നു, അപ്പോൾ പണ്ട് സ്ക്രീൻ ഇല്ല, എല്ലാം സ്ലോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്, ഇപ്പോൾ എല്ലാം ഫാസ്റ്റാണ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ എന്തായാലും വരും.
അതുപോലെ തന്നെ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാ ഈ ജെൻസി കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അധികം ഹൈഡ് ചെയ്യാതെ തന്നെ അവർക്ക് പറയാൻ വേണ്ടി പറ്റാറുണ്ട്, എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ സിറ്റുവേഷൻഷിപ്പിലാണ്, കാഷ്വൽ ഷിപ്പിലാണ്, അല്ലെങ്കിൽ ഡേറ്റിംഗിലാണ് എന്നൊക്കെ. ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു റിലേഷൻഷിപ്പിലേക്ക് ചേരുന്നു. അപ്പം ഇത് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ബോണ്ട് അവിടെ രൂപപ്പെടുമല്ലോ, ബോണ്ട് അവിടെ രൂപപ്പെടുന്നു. ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അത് ബ്രേക്കപ്പ് ആകുമ്പോൾ, ഏത് റിലേഷനും അത് ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ട്. അപ്പം ഇത് അവരുടെ ഒരു മാനസികാരോഗ്യത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുന്നുണ്ടാവുക? അത് അവനവൻ്റെ ഒരു റെസിലിയൻസ് പവർ പോലെ ഇരിക്കും. ഇപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കാം ചിലപ്പോൾ. കാരണം നമ്മൾ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് നമ്മൾ എന്തിനാണ് ആ റിലേഷൻഷിപ്പിലോട്ട് പോയെന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് റിലേഷൻഷിപ്പ് ഇപ്പം ക്രിസ്റ്റീന പറഞ്ഞല്ലോ, അതേപോലെ പല എന്താ പറയുക, പ്ലാറ്റോണിക്, റൊമാൻറ്റിക്, എന്താ പറയുക, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഫ്രണ്ട്സ് വിത്ത് സ്ട്രിങ്സ്, വിത്തൗട്ട് സ്ട്രിങ്സ്, ഇങ്ങനെ കുറേ ടാഗ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം എന്തിലോട്ടാണ് നമ്മൾ പോകുന്നത്, അതെന്തുകൊണ്ടാണ് അവർ ചൂസ് ചെയ്യുന്നത് എന്നത് അവർക്ക് ധാരണ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പം പ്രത്യേകിച്ച് ധാരണകളൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനത്തിലോട്ട് അവർ പോവുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അവർ ഈ പറഞ്ഞ പോലെ എക്സ്പോസ്ഡ് ആണ്, വായിച്ചു മനസ്സിലാക്കിയൊക്കെ അവർ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും പോകുന്നത്. എന്നിരുന്നാലും ചില ആൾക്കാർ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ChatGPT ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. അപ്പം സിമിലർ ആയിട്ടുള്ള ഫീലിങ്സ് ആണെങ്കിൽ അവിടെ ChatGPT വാലിഡേറ്റ് ചെയ്ത് കൊടുത്തു ആ സാധനം, പിന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഒട്ടുമിക്ക ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അറിഞ്ഞിട്ട് തന്നെയായിരിക്കും അവർ വരുന്നത്. ഇപ്പം അവർ ചിലപ്പോൾ അതും പറയുന്നുണ്ടാവാം, ബ്രേക്കപ്പ് വരുമ്പോൾ ഒരു ചെറിയൊരു ഗ്രീഫ് ഉള്ളിൽ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളെ തന്നെ വാലിഡേറ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. ചിലർ അതിൽ ടൈപ്പ് ചെയ്ത് അത് മനസ്സിലാക്കി ചിലപ്പോൾ അങ്ങനെ ഓക്കെ ആയി പോവാറുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു ഗ്രീഫ് ഉണ്ടാവും സെപ്പറേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ സാഡ്നെസ് ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ആ റിലേഷൻഷിപ്പിൽ നമുക്ക് ആവശ്യമെന്ന് കൃത്യമായ ഒരു ധാരണ നമ്മൾക്കുണ്ടാവണം. അതിനുശേഷം ഒരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് കാഷ്വൽ ആണെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും പ്രണയമാണെങ്കിലും എന്താണെങ്കിലും. അതെ, ഓക്കെ. അതുപോലെ ഈ ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡിലാണല്ലോ കൂടുതൽ പ്രണയങ്ങൾ ഉണ്ടാവുക. സ്കൂളിൽ അതൊരു പ്രശ്നമാവുക, വീട്ടിൽ അതൊരു പ്രശ്നമാവുക ഒരു കാലഘട്ടമാണല്ലോ. അപ്പം നമ്മുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭീകര അന്തരീക്ഷമായിരിക്കുമല്ലോ വീട്ടിൽ സൃഷ്ടിക്കുക. അപ്പൊ കുട്ടികളുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പാരന്റ്സ് വടിയെടുത്ത് തന്നെ അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ടോ? അത് അവരെ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് ഇവരുടെ ഒരു ഹോർമോൺ ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പാരന്റ്സ് തയ്യാറാവുകയാണോ വേണ്ടത്? രണ്ടാമത് പറഞ്ഞതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്താ പറയുക, ഒരു വൈകാരിക പക്വതയോടു കൂടി തന്നെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. ഗൗരവത്തോടു കൂടി എടുക്കണം ആ മാറ്റർ. കാരണം കുട്ടികളുടെ എന്ത് വിഷയമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞ് അങ്ങനെയും പറ്റില്ല, നിഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. പക്ഷെ കുട്ടി ആ ഒരു വിഷയം എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഗൗരവത്തോടു കൂടി തന്നെ, കുട്ടിയോട് ഗൗരവം കാണിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മാറ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി റെലവൻ്റ് ആണ് ആ ടോപ്പിക്. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരു സാഹചര്യത്തിലും പണിഷ്മെൻ്റ് എന്നുള്ളൊരു സാധനം ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ നെഗറ്റീവ് ബിഹേവിയറിനെ അത് അല്ലെങ്കിൽ ഒരു മിസ്ബിഹേവിയറിനെ അത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ അതിനകത്ത് ഒരുപാട് എന്താ പറയുക, കുറ്റബോധം, ഷെയിം അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ, ഈ സാധനങ്ങൾ, നെഗറ്റീവ് ഇമോഷൻസ് ഒത്തിരി വരും. ഇത് കുട്ടികളെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു വടിയെടുത്ത് അടിക്കുക അല്ലെങ്കിൽ തല്ലുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നുള്ളൊരു ഇതിലോട്ട് പോവരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സജഷൻ. പക്ഷെ നമ്മുടെ നാട്ടില് പാരന്റ്സ് അഭിമാനത്തോടെ പറയണാണ് കുട്ടിക്ക് പ്രണയം ഒന്നും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഒക്കെ മനസ്സിലായിട്ടുള്ളത് പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് അത്തരത്തിലൊരു ഫീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ നിർബന്ധമായ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആ കുട്ടീനെ കൊണ്ടുപോകും എന്ന് പറയുന്നത്. അപ്പൊ പാരന്റ്സ് കുട്ടിക്ക് അത്തരത്തിലൊരു ഇമോഷൻസ് ഇല്ല എന്ന് പറയുമ്പോൾ പ്രൗഡ് ആവാൻ പാടില്ല എന്നൊരു കാര്യം കൂടി ഇല്ലേ? അതൊരു നോർമൽ ഡെവലപ്മെന്റിന്റെ ഭാഗം മാത്രമാണ് എന്നുള്ളൊരു സംഭവമാണ്. അതായത് ഇപ്പം എൻ്റെ അടുത്തൊരു മദർ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അവർക്കൊരു മോനാണുള്ളത്. അപ്പം ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ഇച്ചിരി മടിയും ഇതുമുണ്ട്. അപ്പോൾ അതെനിക്ക് പേടിയുണ്ട്. കാരണം ഈ ഒരു അഡോളസൻസ് ഏജിൽ ഇവർക്ക് ഒരു മീനിങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ തോന്നേണ്ടതല്ലേ. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞ് അത് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്
ആക്ച്വലി ഇറ്റ് ഈസ് അപ് ടു ദെം. അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കുട്ടിയോട് സംസാരിച്ച് മനസ്സിലാക്കിയാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ ടൈപ്പാണല്ലോ. പക്ഷെ ഇത് നമ്മൾ പേടിച്ചിട്ട് അങ്ങനെ ഇത് മറച്ചു വെക്കോ അല്ലെങ്കിൽ അത് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആക്ച്വലി ഇത് നമ്മളൊരു സാധാരണ അവരുടെ ഡെവലപ്മെന്റ് ഫേസിന്റെ ഭാഗം മാത്രമാണ്. അതുപോലെ ടീനേജ് കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്തായാലും മാമിന്റെ അടുത്ത് എത്തുന്നുണ്ടാവുമല്ലോ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട്. അപ്പൊ അത്തരം വിഷയത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾ എത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതിന് 1-2 ഉദാഹരണങ്ങളൊന്ന് പറഞ്ഞുതരാമോ? കുട്ടികൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ലേ ചോദിക്കുന്നത് ക്രിസ്റ്റീന? അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കിപ്പോൾ AI കൊണ്ടിട്ടുള്ള ഒരു ദുരുപയോഗം എന്ന് പറയുന്ന ഒരു സാധനം ഇത്തിരി പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു ഇതിൽ ഇപ്പം എന്താ പറയുക, ഒരു AI വെച്ചിട്ട് ഒരു 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ആൺകുട്ടി ക്രിയേറ്റ് ചെയ്ത ഒരു AI കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി കിസ് ചെയ്യുന്നത്. പെൺകുട്ടി അറിഞ്ഞിട്ടില്ല. അപ്പം അതിൽ ഇമേജ് വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തു. അതൊരു എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതിനകത്ത് വേറൊരു ഇൻറ്റൻഷൻ ടു ഹേർട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ പല ഗ്രൂപ്പിലേക്കും പോയി എന്ന് വെച്ചാൽ അത് സെൻഡ് ചെയ്യപ്പെട്ടു. തമാശയ്ക്ക് ചെയ്തതായിരിക്കാം കുട്ടികളുടെ ഗ്രൂപ്പിലും അവിടെ. പക്ഷെ അത് ഇത്തിരി സീരിയസ് ആയിട്ട് അതെന്താ പറയുക, ഒരു ഫോർമലി ഒരു കംപ്ലൈൻറ്റിലേക്ക് പോയി. സ്കൂളിൽ അത് വലിയ ഇഷ്യൂ ആയി. പാരൻസിനെ അവർ വിളിച്ചു, ടീച്ചേഴ്സും ഒക്കെ വിളിച്ച് അങ്ങനെ ഒരു ഇഷ്യൂ ആയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത്തിരി പേടിപ്പിക്കുന്ന അതായത് നമ്മുടെ കൺട്രോളിലല്ലല്ലോ ഇത് നിൽക്കുന്നത്. ഇപ്പം AI അത് ഇപ്പം അതിന് കുറേ ആവശ്യങ്ങളുണ്ട്. എന്താ പറയുക, ടെക്നോളജി ഡ്രിവൺ വേൾഡ് ആണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ എന്താ പറയുക നല്ല രീതിക്കുള്ള പ്രോസും ഉണ്ട്, എന്നാൽ അതിൻ്റെ കോൺസും ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം എല്ലാം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളെല്ലാം തന്നെ നമുക്ക് കുറച്ചൊന്ന് നമ്മളെ ചിന്തിപ്പിക്കും. ഇതെന്തായിരിക്കും, എങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു സംഭവം. പിന്നെ നമ്മൾ കുട്ടികളെ മൈൻഡ്ഫുൾ യൂസ് ഓഫ് ടെക്നോളജി ഡെഫിനറ്റ്ലി ഈ കാലം കൊണ്ട് പഠിപ്പിക്കണം. ഇതിൻ്റെ ഒരു എന്താ പറയുക നെഗറ്റീവ് വശങ്ങളും ഇതിനുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ വൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു സാധനം ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വിക്ടിമാവുന്ന കുട്ടിയുടെ മാനസികാരോഗ്യം വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നത്. ഇങ്ങനെ ഇരയാക്കപ്പെടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതിനെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് എടുക്കണം, ഇതിൽ ജീവിതം തകരരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ അവർക്കത് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രായത്തില്. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഓൾറെഡി ഒരു ട്രാൻസിഷൻ ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കാം. കോൺഫിഡൻസിനെ അവർക്ക് എന്താ പറയുക, അതും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരാം. ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനും ഭയങ്കരമായിട്ട് സോഷ്യലി അവർക്ക് എന്താ പറയുക ആങ്സൈറ്റി അങ്ങനത്തുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം ഈ പറഞ്ഞൊരു കേസിലാണെങ്കിലും ഇപ്പം ആ പെൺകുട്ടി ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു സംഭവം. കാരണം അത് എല്ലാവരും അറിഞ്ഞു, അങ്ങനത്തെ ഉള്ള ഷെയിം, അല്ലെങ്കിൽ ഇനി എങ്ങോട്ട് ആരെന്നെ വിശ്വസിക്കും, ആരെൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെയുള്ള ഒരു ഹെൽപ്ലെസ് ഫീലിങ്ങും വരും. അപ്പോൾ ഒത്തിരി നമ്മൾ അതിലേക്ക് എന്താ പറയുക, കുട്ടിയെ ഒരു എന്താ പറയുക ഇറ്റ് ഇസ് നോട്ട് യുവർ ഫോൾട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനൊരു ഹാൻഡ് ഹോൾഡിങ് കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത് തന്നെ അതിനെ ഹീലിങ്ങിലോട്ട് കൊണ്ടുവരണം. അതുപോലെ പാരന്റ്സിന്റെ നിർബന്ധങ്ങൾ ഉണ്ടാവില്ല. അപ്പുറത്തെ കുട്ടീനെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുക, മാർക്ക് കുറയുമ്പോൾ വഴക്ക് പറയുക, കളിയാക്കുക, അല്ലെങ്കിൽ ആളുകൾ കൂടുന്നിടത്ത് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെ കുട്ടികളുടെ കോൺഫിഡൻസിനെ എത്രത്തോളം ബാധിക്കുന്ന ഒരു കാര്യമാണ്? നല്ല രീതിക്ക് തന്നെ ബാധിക്കും. കാരണം ടീനേജിൽ കുട്ടികൾക്ക് എപ്പോഴും ഒരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു സമപ്രായക്കാരൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നതും അവരുടെ അടുത്ത് ബിലോങ്ഡ് ആവണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതിൽ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് കുട്ടികൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. അത് പ്രതികൂലമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഫിറ്റ് ഇൻ ചെയ്യാൻ എന്താ പറയുക ഒത്തിരി തത്രപ്പാടും കാര്യങ്ങളും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു എന്താ പറയുക ഒരു ക്രൈസിസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു റിമാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ രക്ഷിതാക്കളോ എന്താ പറയുക അധ്യാപകരോ ആരെങ്കിലും അവരെ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സോ എവിടെ നിന്നെങ്കിലും ഒന്നൊരു റിമാർക്ക് വന്നാൽ മതി. വേറെ ആ കുട്ടി ഒരു സിബ്ലിങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അവൻ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നുണ്ടല്ലോ, ഇവൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും കൂടി അവർ ഉൾവലിഞ്ഞു പോവുകയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പിന്നെ എന്തിനു ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഫേസിലോട്ട് അവർ പോകാൻ സാധ്യതയുണ്ട്.
അതുപോലെ ആക്റ്റീവായി നിന്ന കുട്ടികൾ ഈ ടീനേജ് പ്രായമാകുമ്പോഴത്തേന് എല്ലാ ആക്ടിവിറ്റീസിനും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് അവരുടെ കോൺഫിഡൻസിന്റെയോ സെൽഫ് റെസ്പെക്ടിന്റെയോ സെൽഫ് ലവിന്റെയോ ഒക്കെ കുറവ് സംഭവിക്കുന്നത് കൊണ്ട് വരുന്നതാണോ? അതൊരു ഹോർമോണൽ ചേഞ്ച്, അങ്ങനെ ഷൈ, രണ്ടും ഉണ്ടാവാം. ഇത് രണ്ടും ഉണ്ടാവാം. എന്താ പറയുക, ഈ ടീനേജിൽ ഇവർക്ക് ഹൂ ആം ഐ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും. അവർ ഐഡൻറ്റിറ്റി ഫോമേഷൻ നടക്കുന്ന ഒരു സമയമാണത്. അപ്പം ആ ഒരു സംഭവം എന്താ പറയുക, ഓൾറെഡി ആ ഒരു ക്വസ്റ്റ്യനും കാര്യങ്ങളും അവരുടെ ഉള്ളിലുണ്ട്. അപ്പം അതിനകത്തേക്ക് പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൂടി വരുമ്പോൾ ആ കുട്ടി നല്ല രീതിക്ക് പോസിറ്റീവ്ലി അതിൻ്റെ ഐഡൻറ്റിറ്റി ഫോം ചെയ്ത് അങ്ങനെ അത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പം നേരെ തിരിച്ചിട്ട് ഇപ്പം സ്വന്തം വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതിരത്തുള്ള സാഹചര്യത്തിലാണ് കുട്ടി വളരുന്നത്. അതായത് ഇപ്പം ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ ഒരു ഫെയിലിയർ ആണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം കുട്ടിക്ക് ഉള്ളിൽ വരാം. അത് ചുറ്റുമുള്ള ആൾക്കാർ, അതായത് കെയർ ഗിവേഴ്സ് എന്ത് ഡയലോഗാണ് കുട്ടിയോട് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ എന്ത് കോൺവെർസേഷനാണ് കുട്ടിയിലോട്ട് പോകുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു സെൽഫ് എസ്റ്റീം ഫോം ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം സ്വന്തമായിട്ട് അവരുടെ പല ഫാക്ടേഴ്സ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തുകൊണ്ടും നമുക്ക് തോന്നാം ആ കുട്ടി കുറച്ചും കൂടി നല്ലതാണല്ലോ, ഇവൻ അത് പറ്റുന്നുണ്ടല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള. ഓപ്പൺ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാം. കുട്ടികളുടെ ഇപ്പൊ ഒരു പരീക്ഷാ കാലമാണല്ലോ. ഇപ്പം SLC ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഇപ്പം ബോർഡ് എക്സാം വരുന്നു, മോഡൽ എക്സാംസ് വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇവർക്ക് വരുന്നൊരു സ്ട്രെസ് ഉണ്ട്. പരീക്ഷ ഒന്നാമത് മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സിങ് ഉണ്ട്, കുട്ടികളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വരാൻ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സാധാരണ കുട്ടികളോടൊരു ബ്രേക്ക് എടുത്ത് പഠിക്കാൻ പറയാറുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്ക് കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിക്കാനുള്ളൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ ടെക്നിക്സ്, ഇപ്പോൾ പൊമഡോറോ എന്നൊക്കെ പറഞ്ഞൊരു ടെക്നിക്കുണ്ട്, ബ്രേക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ടെക്നിക്സ് വളരെ ഹെൽപ്ഫുൾ ആണ് കുട്ടിക്കൊരു എന്താ പറയുക, ഒരു മെൻ്റൽ ഓവർലോഡ് വരാതിരിക്കാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എക്സ്റ്റേണൽ പ്രഷേഴ്സ് എപ്പോഴും ഉണ്ടാവും. അത് ചില സമയത്ത് അത് മോട്ടിവേറ്റിംഗ് ആണ് പെർഫോം ചെയ്യാനായിട്ടും എല്ലാമായിട്ട്. ചില സമയത്ത് നമുക്ക് കുട്ടികൾക്ക് അത് പ്രഷറായിട്ടും അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതിന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇടയ്ക്കൊന്ന് ചാനലൈസ് ചെയ്ത്, ഫുൾ ടൈം പറ്റില്ല, പക്ഷെ ചെറിയ ചെറിയ രീതിക്ക് ബോഡി മൂവ് ചെയ്യുക, അല്ലെങ്കിൽ കാമിങ് ആയിട്ടുള്ള പാട്ടുകൾ അങ്ങനത്തുള്ള സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ കേൾക്കുക, പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഭയങ്കര ഡിഫിക്കൽട്ട് ഇമോഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് എഴുതാൻ പറയാറുണ്ട്. ഒരു ജേർണലോ ഒരു ഡയറിയോ ഒക്കെ വെച്ചിട്ട് അതിലോട്ട് അവരുടെ തോട്ട്സ് അങ്ങോട്ട് ഇടാൻ പറയാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക ഓപ്പൺ ആയിട്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. ഒരു 5-10 മിനിറ്റ് താഴെ പോയിട്ടൊന്ന് നടക്കാൻ പറ്റുക, പുറത്തേക്ക് ഇറങ്ങുക, അങ്ങനത്തുള്ള സിമ്പിൾ കാര്യങ്ങളല്ലേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. ടീച്ചേഴ്സ് പാരൻസും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒത്തിരി അങ്ങോട്ട് പ്രഷർ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താ പറയുക, മെൻ്റൽ ഓവർലോഡ് വന്നാലും കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില കുട്ടികൾക്ക് മെമ്മറി റിറ്റൻഷൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം എല്ലാം പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രഷർ വരുമ്പം അത് പേപ്പറിലോട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. പാനിക് അറ്റാക്സ് വന്നിട്ടുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ MBBS പഠിക്കുന്ന ഒരു കുട്ടി റീസെൻ്റ്ലി കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയിപ്പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരെ രണ്ടാമത്തേന് നമ്മൾ ആ പാനിക് അറ്റാക്ക് വന്നാലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു സാധനം പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ വിടുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രൊഫഷണൽ അടുത്ത് തന്നെ കൊണ്ടുപോകേണ്ട കേസാണ്. അതല്ലാണ്ട് ചെറിയ ചെറിയ സിറ്റുവേഷൻ ആങ്സൈറ്റി വരിക, ബ്ലാക്ക് ഔട്ട് ആവണ പോലെ തോന്നുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആവുന്ന പോലെ തോന്നുക, അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബ്രീത്തിങ് ടെക്നിക്സും ഒക്കെ വെച്ചിട്ട്, ഒരു ആങ്കറിങ് ഗ്രൗണ്ടിങ് ടെക്നിക്കൊക്കെ വെച്ചിട്ട് അവരെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസിലോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു പ്രൊഫഷണലിനെ തന്നെ കാണണം. അതല്ലാതെ നമ്മൾ മാക്സിമം ആസ് കെയർ ഗിവേഴ്സ്, നമ്മളിപ്പോൾ രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ പ്രഷർ ഒരുപാട് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഗൈഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഒത്തിരി അങ്ങ് കറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അങ്ങനെ ചെയ്യാതെ ഒരു ചെറിയ ഗൈഡൻസ് പോലെ, ഇങ്ങനെ ചെയ്യാലോ അങ്ങനെ ചെയ്യാലോ, പിന്നെ നിനക്ക് എന്താ പറ്റുന്നത്. എപ്പോഴും കുട്ടികളുടെ ഒരു സംവാദം ഉണ്ടെങ്കിൽ അത് നല്ലതാട്ടോ. കാരണം എല്ലാ കുട്ടിയും ഡിഫറെൻ്റ് ആണല്ലോ. വേറൊരു വീട്ടിലെ ഒരു കുട്ടി ഒരു രീതിക്ക് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതേ രീതിക്ക് നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എൽഡേഴ്സ് വേറെ സിബ്ലിങ്സ് ഉണ്ട്, മൂത്ത സിബ്ലിങ്സ് ഉണ്ട്. ചേച്ചി ഇങ്ങനെ അല്ലായിരുന്നു പഠിച്ചത്, ചേച്ചി 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്ന കുട്ടി ഒരു മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റില്ല. അത് എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികളോടൊന്ന് കണക്ട് ചെയ്ത് ഒരു സംവാദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എല്ലാ കുട്ടിയും യൂണീക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ 2-3 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയും ഒരുപോലെ അല്ല. അപ്പോൾ ആ ഒരു സാധനം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതനുസരിച്ച് കുട്ടികളുടെ എനർജി ചാനലൈസ് ചെയ്ത് വിടാനും ഗൈഡ് ചെയ്യാനും പറ്റും.
പാരന്റ്സ് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ കോൺഫ്ലിക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്തു പോകണല്ലോ. അപ്പൊ കുട്ടികളോട് കുറച്ചും കൂടെ ഈസി ആയിട്ട് മക്കളോട് പെരുമാറാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കിയെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഒത്തിരി നമ്മൾ അങ്ങനെ പേഴ്സണലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു ദേഷ്യത്തിലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അത് എന്താ പറയുക, ഒരു സെക്കൻഡറി ഇമോഷൻ മാത്രം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവർ ഒരു ക്രൈ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആണത്. അവരെ മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ ഉള്ളൊരു വിളിയാണത്, ഔട്ട് ക്രൈ ആണത്. അങ്ങനെ അതിനെ കാണാൻ പാടുള്ളൂ. അപ്പം നമ്മൾ അതിനകത്ത് നമ്മുടെ ഡിഫെൻസസും ഈഗോ ഒന്നും എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളൊരു രീതിക്ക് മാത്രം പോയാൽ മതിയാവും. അപ്പോൾ ശാന്തമായ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയുക, കണക്ഷനും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻസ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് അത് സാധിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ കൗമാരക്കാർക്കിടയിലെ ദേഷ്യം അത് ഭയങ്കര അഹങ്കാരമായിട്ട് ലേബൽ ചെയ്യപ്പെടാറുണ്ടല്ലോ. അതിന് ഭയങ്കര അഹങ്കാരം, ഒന്നും അനുസരിക്കില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും ധിക്കാരം പറയും, മറുപടി പറയും, തറുതല പറയും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ ആ രീതിയിൽ കാണേണ്ടതില്ല. അത് അവരുടെ ഒരു ചേഞ്ച് ആണെന്നും കൂടെ പാരന്റ്സ് അംഗീകരിക്കുക, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ അംഗീകരിക്കുക എന്നുള്ളൊരു കാര്യം പ്രധാനമല്ലേ. അപ്പൊ അതിനെ നമ്മൾ ശിക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, അതിപ്പം എന്താ പറയുക, ദേഷ്യം എന്ന് പറയുന്നത് ഇപ്പം പല ടൈപ്പിൽ വരുന്നുണ്ടല്ലോ. ഇപ്പം വെർബൽ അബ്യൂസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനൊരു കൺസേണിങ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള കെയറും ക്യൂറും ഒക്കെ കൊടുക്കണം. അതേപോലെ ഇപ്പം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ദേഷ്യം, സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുക, വേറൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുക, അതൊന്നും ശരിയല്ല. അതൊരു മിസ്ബിഹേവിയർ ആണ്. എന്നാലും നമ്മൾ അതിനെ തല്ലേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും കൂടി അത് മോശം സിറ്റുവേഷനിലേക്ക് പോവുള്ളൂ. കൂടുതലും അവിടെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഒരു എംപത്തറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് കൂടുതലും വേണ്ടത്. എന്തുകൊണ്ടാണ് കുട്ടി ട്രിഗേർഡ് ആവുന്നത്, എന്താണ് ആ സാഹചര്യം കുട്ടിയെ അങ്ങനത്തെ ഒരു റിയാക്ഷനിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ ഉള്ളൊരു കാര്യം. അതല്ലാതെ നമുക്ക് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞ മാതിരി അത് എന്തെങ്കിലും ഉള്ളിലുള്ളൊരു ഇറിറ്റേഷൻ അതിനെ മാസ്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെൽപ്ലെസ്നെസ്സോ ഒരു സാഡ്നെസ് ഒക്കെ ഉള്ളിലുള്ളതിനെ മാസ്ക് ചെയ്തിട്ടാണ് ഈ ആങ്കറും ഇറിറ്റേഷനും ഒക്കെ പുറത്തോട്ട് വരുന്നത്. അതൊരു പാസിങ് ഇമോഷൻ മാത്രമാണ്. ഇപ്പം രാവിലെ ഇപ്പം ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി ചിലപ്പം കണ്ടിന്യൂസ്ലി ദേഷ്യപ്പെടണം എന്നില്ലല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറും. അപ്പോൾ നമുക്ക് കുറേ സജഷൻസ് അവർക്ക് ഓഫർ ചെയ്യാം. ഒന്ന് ആ എനർജി ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സ്പേസ് കൊടുക്കാം, പുറത്തേക്കൊന്ന് നടക്കാൻ പോകാൻ പറയാം, ആരെങ്കിലും വിളിക്കാൻ പറയാം, അല്ലെങ്കിൽ ഒന്ന് കാറ്റ് കൊണ്ടിട്ട് വന്നോ, പാട്ട് കേട്ടിട്ട് വന്നോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓഫർ ചെയ്ത് കൊടുക്കുക. അതിലെന്താണോ പറ്റുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആ ഇമോഷൻ അങ്ങ് മാറിപ്പോകും. അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളിൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അവയർനെസ് ഉണ്ടെന്ന് തോന്നാറുണ്ടോ? അവർ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആയിട്ട് വന്ന് സമീപിക്കാറുണ്ടോ? ഉണ്ട്. ഇക്കാലത്തെ കുട്ടികൾക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മുതൽ അത്രയും എക്സ്പോഷർ ഉണ്ട് കുട്ടികൾക്ക്. പല ചാനൽസിൽ നിന്നും പല മാധ്യമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ ഒത്തിരി അവെയറാണ്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പോക്സോ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു തരംഗമായിട്ടുള്ള ഒരു ഇത് നമ്മൾ കണ്ടില്ലേ, ഫാദർ അടുക്കളയിലിരുന്ന് തേങ്ങ ചിരവുന്ന ഒരു സീൻ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നത്. ആൻഡ് അമ്മ ജെൻഡർ റോളൊക്കെ മാറി, അങ്ങനെ മാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നും അത് നോർമൽ ആണെന്നും കാണിക്കുന്ന ഒരു പിക്ചറാണത്. അപ്പം അത് എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ രീതിക്കുള്ള കൺസ്ട്രക്റ്റൊക്കെ മാറ്റാനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ കണ്ട് വളരുന്ന കൊണ്ട് അവർ ഡെഫിനറ്റ്ലി അവെയറാണ്. അതിനെക്കുറിച്ചിട്ടുള്ള അവർക്കുള്ള ആശങ്കകളും ചോദ്യങ്ങളും അവർ ചോദിക്കാറുമുണ്ട്. അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്, അതായത് സൗന്ദര്യത്തെ കുറിച്ചൊക്കെ അവർ കുറച്ചും കൂടെ കൺസേൺ ആണല്ലോ. അതായത് ഒരു പിമ്പിള് വന്നവരെ ചിലപ്പോൾ കുട്ടികൾക്ക് വിഷമമായിരിക്കും. പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് അവരിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ കൃത്യസമയത്ത് അവർക്ക് മീശ വന്നില്ലെങ്കിൽ വിഷമാണെന്നൊക്കെ പറയും. ഇപ്പൊ ഈ ബോഡി ഷെയ്മിങ് കുട്ടികളുടെ ആത്മവിശ്വാസത്തെ എത്രത്തോളം തകർക്കുന്നുണ്ട്? ഈ പിയർ ഗ്രൂപ്പിന്റെ കളിയാക്കലുകളും ഉണ്ടാവുമല്ലോ, ഇതിനെയും കുട്ടികൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? കുട്ടികൾ ഈ ഷെയിം അങ്ങോട്ട് ഇന്റേണലൈസ് ചെയ്യുവാണ്. കാരണം ഇത് ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പിയർ ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ പോലും, വേറെ ഇപ്പോൾ രക്ഷിതാക്കളിൽ നിന്നാണെങ്കിൽ പോലും അത് അവർക്ക് പറയാൻ പറ്റാതെ അത് അകത്തോട്ട് അവർ തള്ളി വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് അത് പോകും. ചിലപ്പോൾ ഇപ്പം ഈറ്റിംഗ്, ഇപ്പം എന്താ പറയുക, ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു കാര്യം ആണല്ലോ ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് അവർ എന്താ പറയുക, കഴിക്കുന്നത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു നല്ല രീതിക്കല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അകത്തോട്ട് പോകുന്നില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചില ആൾക്കാർ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ചില കുട്ടികൾ അങ്ങനെ ഈറ്റിംഗ് ഡിസോർഡേഴ്സിലേക്ക് പോകാറുണ്ട്. അതും എല്ലാം
വളരെ എന്താ പറയുക അവരെ പ്രതികൂലമായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക ഒത്തിരി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വേറെ അവർ പോകുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും അഡ്വർടൈസ്മെൻറ്റും സ്കിൻ കെയർ പ്രോഡക്ട്സും അങ്ങനെ ഒരുപാട് ലൈക്ക് എന്താ പറയുക ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ ഭയങ്കര നോർമലൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് കുട്ടികൾ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, സ്കിൻ കെയർ പ്രോഡക്ട്സും. ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക അതിനകത്ത് എന്താണ് കോമ്പോസിഷൻ എന്നോ ആ സ്കിൻ കെയർ പ്രോഡക്റ്റിൽ എന്താണ് കെമിക്കൽ കോമ്പോസിഷൻ എന്നോ ഒന്നും നോക്കാതെ റാൻഡമായിട്ട് ഇങ്ങനത്തുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന, ഹോൾഡ് ചെയ്ത് വെക്കുന്ന അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ബോഡി ഷേമിങ് കൊണ്ടുവരുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ പോരാ അല്ലെങ്കിൽ എന്നെ കാണാൻ അത്ര പോരാ എന്നുള്ളൊരു സാധനവും സ്വയമായിട്ടുള്ള കമ്പാരിസൺസും എല്ലാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പ്രോജക്ഷൻസും. ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എല്ലാം സത്യമായിരിക്കണം എന്നില്ല. നെഗറ്റീവ് കാര്യങ്ങൾ അധികം ആൾക്കാർ ഇടാറില്ല, ഫെയിലിയേഴ്സ് ഇടാറില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഇടാറുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഹാപ്പിനെസ്സും സക്സസ്സും എല്ലാം ബ്യൂട്ടിഫുൾ ആണെന്ന് കാണിക്കുന്ന രീതിക്ക് ഉള്ള പ്രോജക്ഷൻസ് ആക്ച്വലി ഒത്തിരി കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ അത്രയും ഭയങ്കര ഫ്ലവറി ആൻഡ് പിക്ചറസ്ക് അല്ല. ഓപ്പോസിറ്റുള്ള ആളെ എപ്പോൾ നോക്കിയാലും ഹാപ്പിയും അങ്ങനത്തെ ഇമേജസ് ഇടുന്നു. അപ്പോൾ അത് നമ്മൾ ഇതെന്താ എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ, അങ്ങനെയൊക്കെ ഒരു നത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് മാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആൾക്കാർ, കുട്ടികൾ. അപ്പോൾ അതും ഉണ്ട്. അതുപോലെ കുട്ടികൾ ഒരുങ്ങി വരുന്ന ഒരു സമയം കൂടിയാണല്ലോ ഈ ടീനേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് ടീച്ചേഴ്സ് കുട്ടികളോട് കുറച്ചും കൂടെ നന്നായി ഇടപെടേണ്ടതില്ലേ? പലപ്പോഴും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഒരുങ്ങി വരുന്ന കുട്ടികളെ ടീച്ചർ അവൾ ഒരുങ്ങാൻ വേണ്ടി വരുന്നതാണ്, അവൾ കാണിക്കാൻ വേണ്ടി വരുന്നതാണ്, ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കോൺഫിഡൻസിനെ മൊത്തത്തിൽ ബാധിക്കും. കൂട്ടുകാരുടെ മുന്നിൽ എഴുന്നേപ്പിച്ച് നിർത്തി ചീത്ത പറയും. ഇപ്പം പിന്നെ പുതിയ കുട്ടികൾ അധ്യാപകരാകുമ്പോൾ അവർ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളുടെ ആത്മവിശ്വാസത്തിന് തകർക്കുന്ന വാക്കുകൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. പണ്ടത്തെ കാലത്ത് ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മളൊക്കെ ഞാൻ പഠിച്ച ഒരു സാഹചര്യത്തിൽ അത് ഭയങ്കര ഒന്ന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോവാൻ പേടിയുള്ള കുട്ടികൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ, എൻ്റെ കൊളീഗ്സും എല്ലാം മീൻസ് ഫ്രണ്ട്സും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് ഇടുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഹാർഷ് കമൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക്സ് കുറേ മാറിയിട്ടുണ്ട്. കാരണം ടീച്ചേഴ്സ് അവെയർ ആണ്. കുറേ ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരുപാട് എന്താ പറയുക ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ സർട്ടിഫിക്കേഷൻസും കോഴ്സസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ, എസ്പെഷ്യലി അഡോളസൻസ്, ടീനേജ്, ആ കുട്ടികളുടെ അവർ എന്താണ് ഗോ ത്രൂ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ ചൈൽഡ് സൈക്കോളജി കോഴ്സസ് എടുത്ത് ബിക്കോസ് അവർ കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്ന്. അപ്പോൾ അവർക്ക് എന്താണെന്നറിയോ, കുട്ടികളായിട്ട് ഭയങ്കര ബോണ്ടിങ് ആണ്. അപ്പോൾ ഞാൻ പലരും കാണുന്നുണ്ട് അവർ സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ടീച്ചർ അത്രയും സ്പേസ് കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ കാർഡൊക്കെ എഴുതി ടീച്ചർക്ക് അയക്കുന്നത്. അപ്പോൾ അവർക്ക് പലർക്കും വീട്ടിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കുമ്പം അവർക്ക് അതൊരു എന്താ പറയുക വെൻറ്റിങ് ഔട്ട് പ്ലേസ് ആണ്, ഒരു സൗണ്ടിങ് ബോർഡ് പോലെ. ഇപ്പം ആ മാറ്റങ്ങൾ ഒത്തിരി കാണുന്നുണ്ട്. നമ്മൾ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന സൈബർ ബുള്ളിങ് ഉണ്ട്. അത് അവര് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ അവരിടുന്ന ഒരു ഫോട്ടോയ്ക്ക് വരുന്ന കമന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അശ്ലീല കമന്റ് ഇട്ട് സന്തോഷിക്കുന്ന കുറെ പേരുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ സൈബർ ബുള്ളിങ്ങിന് ഇരയായി കഴിഞ്ഞാൽ അത് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം അത് അവരെങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് കുട്ടികൾ അത്തരത്തിലൊരു അതിക്രമം അല്ലെങ്കിൽ അത്തരം ബുള്ളിങ് നേരിടുമ്പോൾ വീട്ടിൽ പറയാൻ മടിക്കുന്നത്? വീട്ടിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേടിച്ചിട്ട് തന്നെയാണ്, ഫിയർ ആണ്. അപ്പം പാരൻസിൻ്റെ റിയാക്ഷൻ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ളൊരു കാര്യം, ഞാനൊരു മോശപ്പെട്ട കുട്ടിയാണെന്ന് വിചാരിക്കോ, അങ്ങനെയൊക്കെ. ഇപ്പോൾ സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പം ഇപ്പം ചിലപ്പോൾ അത് ക്ലാസ് റൂമിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവാം. അതിൻ്റെ ബാക്കിയാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ സ്പേസിലോട്ട് കയറിയിട്ട് അത് പോകുന്നത്. അത് തീരുന്നില്ല. അതിപ്പോൾ കുട്ടികളെന്നല്ല, അഡൾട്ട്സും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഈ സ്കൂളുകളിൽ ഇപ്പം ബുള്ളിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സും എല്ലാം ഇപ്പം അവയർനെസ് ക്ലാസ്സൊക്കെ ഒത്തിരി കൊടുത്തു വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടിയുടെ ഒപ്പം തന്നെ ബുള്ളി ചെയ്യുന്ന കുട്ടിക്കും ഹെൽപ്പ് വേണം. കാരണം അവർക്ക് വേറൊരാളെ ഒരു
ആ പർപ്പസ് എന്താണ്? മറ്റേയാളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷണൽ ആറ്റിറ്റ്യൂഡാണ്. അതെന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നു എന്നുള്ളതിലോട്ട് നമ്മൾ പോകണ്ടേ? കാരണം ഒരു കുട്ടിക്ക് നമ്മൾ ക്യൂറും കെയറും കൊടുക്കുന്ന പോലെ തന്നെ മറ്റേ ചെയ്യുന്ന കുട്ടിക്കും കുട്ടിയാണല്ലോ. അപ്പൊ ആ പെർപെട്രേറ്റർ എന്നുള്ളൊരു മുദ്ര കുത്തുന്നതിന് മുന്നേ അതിലൂടെ നമ്മളൊന്ന് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യം ഭയങ്കരമായിട്ടുണ്ട്. അവരുടെ സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അതിനെ കാണുന്നത്, എന്തിനാണ് ഒരാളെ ഹേർട്ട് ചെയ്യുന്നത് എന്തിനാണ് നോർമലൈസ്ഡ് ആക്കുന്നത്, അവരുടെ വീട്ടിൽ എന്താണ് നോർമലൈസ്ഡ്, ഈ ഒരു രീതിക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ചിന്തിക്കണം. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം അതൊരു നല്ല പ്രവണതയല്ലല്ലോ. കുട്ടികളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒപ്പം നിൽക്കണമല്ലോ. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ കുട്ടികൾ തനിക്ക് എന്താണ് ആവേണ്ടതെന്ന് കൃത്യമായി തന്നെ മാതാപിതാക്കളോട് പറയേണ്ടതുമില്ലേ? ഉണ്ട്, രണ്ടും ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ക്രിസ്റ്റീന പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത്, ഒരു ബോറോഡ് ഷൂസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു കടം വാങ്ങിയ ഷൂസ്, അതായത് നമ്മുടേതല്ല, പക്ഷെ നമ്മളത് ഫിറ്റിങ് ചെയ്യിപ്പിക്കുകയാണ് കുട്ടിക്ക്. ഇതിട്ട് നടന്നാൽ മതി, ഇതിങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, അതൊരു മിസ്ഫിറ്റാണ് അവിടെ. കുട്ടി കാല് ഷൂസിലോട്ട് ഇടുന്നു, പക്ഷെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് ഫിറ്റിങ് ചെയ്താലും നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ആ ലൈഫിലും സംഭവിക്കുന്നത്. കാരണം നമ്മൾ വേറൊരു സാധനം കുട്ടിയിലേക്ക് കൊടുക്കുകയാണ്. അത് നമ്മുടെ തന്നെ ഡ്രീംസ് ആയിരിക്കാം, നമ്മുടെ ഐഡിയാസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് ആയിരിക്കാം, നമ്മുടെ ബിലീഫ് ആയിരിക്കാം. ഇതിങ്ങനെയാണ്, അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടിക്കെല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും കുട്ടിക്കും ഒരു എന്താ പറയുക, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഇതൊന്നും വരുന്നില്ല. സ്വന്തമായിട്ട് കുട്ടി ചിന്തിക്കുന്നില്ല, കുട്ടിക്ക് ഒരു ചോയ്സ് എടുക്കാനുള്ളൊരു പവർ കിട്ടുന്നില്ല, തീരുമാനം എടുക്കാനും. അതൊക്കെ നമ്മൾ കുഞ്ഞുനാളിലെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. എന്നാലേ കുട്ടിക്ക് ഒരു എന്താ പറയുക, ഒരു വെൽ റൗണ്ടഡ് ആയിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബോറോഡ് ഷൂസ് കോൺസെപ്റ്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ പോലെ വേറൊരു ഇതിലോട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി അവിടെ വരുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്. ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺസെപ്റ്റിനെ വരെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല, വേറൊരാൾ പറഞ്ഞു തന്നൊരു ജീവിതം ഞാൻ ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു സംഭവം. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കുട്ടികൾ എടുക്കാറുണ്ട്. അപ്പം ഈ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ ഗേ ആണോ, ഞാൻ ലെസ്ബിയൻ ആണോ, അങ്ങനത്തെ സംശയങ്ങൾ, അത്തരം സംശയങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ സമീപിക്കാറുണ്ടോ? സമീപിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവർക്കൊരു ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില ആൾക്കാർക്ക് ഈ ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കും. അത് നല്ല റിലയബിൾ സൈറ്റ്സിലല്ല പോയി നോക്കുന്നതെങ്കിൽ. കാരണം പകുതി ഉള്ള വിവരമാണ് കിട്ടുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്താണ്, എൻ്റെ ഓറിയൻറ്റേഷൻ എന്താണ്, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് വരാം. പിന്നെ ചില കുട്ടികൾ വന്ന് പറയാറുണ്ട്, ഞാൻ നോർമൽ അല്ല, ഞാൻ ബാക്കിയുള്ളവരെ പോലെ അല്ല, ഞാൻ വിയേർഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അവർക്ക് കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ വളരെ ചെറിയൊരു കുട്ടി അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സാധനം കണ്ട് എക്സ്പോസ്ഡ് ആയി, അത് കറക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് അല്ല, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ വരുവാണെങ്കിൽ ആ കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാകുമ്പം ഏകദേശം അവർക്കൊരു ധാരണ ഉണ്ടാവുമായിരിക്കും. എന്നിട്ടാണ് അവരിത് കണ്ടിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രൊഫഷണലെ പോയി കൺസൾട്ട് ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് വരുമ്പോൾ നമ്മൾക്ക് അറിവുള്ള ഒരാളുടെ അടുത്ത് പോയി അതിനെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ റെഫറാണ് ചെയ്യുന്നത് അങ്ങനെ കേസസ് വരുമ്പോൾ. ഇപ്പം നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ റോങ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുത്തിട്ട് ഒരു ജീവനാണ് എങ്ങനെയായാലും. അപ്പോൾ അത് നമ്മൾ വെച്ച് കളിക്കരുത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിന് എല്ലാത്തിനും അതിൻ്റേതായ ഇപ്പം ഹൗ ടു ബി അലൈ ടു എന്താ പറയുക പേഴ്സൺ, അല്ലെങ്കിൽ ഒരു തേർഡ് ജെൻഡർ, അങ്ങനെയൊക്കെ ഉള്ളൊരു അതിൽ മാത്രം ഡീൽ ചെയ്യുന്ന സ്പെസിഫിക് പ്രൊഫഷണൽസ് ഉണ്ട്. അത് വളരെ നല്ലത്. അങ്ങനെ നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് വിട്ട് അവർക്കുള്ള കറക്റ്റ് ഗൈഡൻസ് അവിടെ കിട്ടും. അതുപോലെ ടീനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടങ്ങളിൽ ഒന്നാണ്. അപ്പം അതിങ്ങനെ പേടിക്കാതെ വയക്കാതെ കോൺഫിഡൻസ് ഒക്കെ ഇല്ലാതെ ജീവിക്കാൻ, അല്ലെങ്കിൽ അതൊരു അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്, കുറച്ചും കൂടെ മനോഹരമാക്കണം. അത് നമ്മുടെ ഫ്യൂച്ചറിന് ഒത്തിരി സഹായിക്കും കൂടി ചെയ്യുമല്ലോ. അപ്പൊ ഈ ടീനേജ് കുട്ടികൾക്ക് അവരുടെ ഈ ഒരു പ്രായം മനോഹരമാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു 3-4 ടിപ്സ് പറഞ്ഞു തരാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിലീവ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. അതായത് ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിപ്പം ഒത്തിരി ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നമ്മുടെ ജീവിതം ജീവിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് കേൾക്കണ്ട. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ
തകർക്കും എന്നുള്ളൊരു സാധനമാണ്. പിന്നെ രണ്ടാമത്തത്, നമ്മളൊരു ഹെൽപ്പ് ഒരാളുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നത് ഒരു തെറ്റല്ല, അതൊരു ഷെയിമിൻ്റെ കാര്യമല്ല എന്നുള്ളൊരു സംഭവമാണ്. അത് നിങ്ങളുടെ റെസീലിയൻസ് ബിൽഡ് ചെയ്യാനായിട്ട്, അതായത് നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ച് ജീവിതത്തിലോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സഹായം ചോദിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് തള്ളി വെക്കരുത്, ഇൻറ്റേർണലൈസ് ചെയ്യരുത് എന്നുള്ള കാര്യമാണ്. പല പല ഉപാധികൾ ഇപ്പോൾ ഉണ്ട്. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുവാണെങ്കിൽ, അവർ കേട്ടിരിക്കുവാണെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ പല പല റെമഡീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി പല ഡിസിഷൻസും, അത് ടീൻ ബ്രെയിൻ ആണ്, അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അതൊക്കെ ഡെവലപ്പായി വരുന്നല്ലേ ഉള്ളൂ. എന്നാലും അത് ഒത്തിരി നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യരുത് എന്നുള്ളൊരു സംഭവം. അകത്തോട്ട് നമ്മൾ തള്ളി വെക്കാതെ മാക്സിമം പുറത്തോട്ട് പറയാനൊരു സാഹചര്യം ഇല്ലെങ്കിൽ ജേർണൽ ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് അനു സുരജായിരുന്നു. താങ്ക് യു സോ മച്ച് മാം, ഇത്രയും സമയം ഇത്രയും നല്ലൊരു ടോപ്പിക്കിൽ ഇത്രയും വിശാലമായി തന്നെ പറഞ്ഞു തന്നതിന്. താങ്ക് യു.